ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളെ ഈക്കോ എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ആക്സിഡൻ്റാണ്. കണ്ടോ, ചെയ്ത് വെച്ചേക്കുന്ന പണിയുണ്ടോ, സ്പോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ട് ഒരു 3 വട്ടമെങ്കിലും സെയിം വർക്ക്ഷോപ്പിൽ തന്നെ ഇത് ആദ്യം പണിഞ്ഞ വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി ഇവർ ലീക്ക് മാറ്റാൻ വേണ്ടി പുള്ളി കൊണ്ട് ചെല്ലും, സീലടിക്കും, ഒരു ദിവസം 2 ദിവസം ലീക്കില്ലാതെ നിൽക്കും, വീണ്ടും ലീക്കാവും. ഇത് തന്നെ സ്ഥിരം പരിപാടി. അങ്ങനെ ലാസ്റ്റ് ഹൈറ്റായി ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട ആക്സിൽ സ്പോട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ എങ്ങനെ വണ്ടിക്ക് അത് ലീക്കാവും? കാരണം തേയ്മാനം സംഭവിച്ച ആക്സിൽ വീണ്ടും ഉപയോഗിച്ച് കിലോമീറ്റർ കൊണ്ട് തേയ്മാനം സംഭവിച്ചാണ്. അത് വണ്ടി ഇളക്കിയ സമയത്ത് കസ്റ്റമറിനോട് പറഞ്ഞാൽ മതി. അതിപ്പോൾ നമ്മളെ ആരെയും കുറ്റമില്ല. വണ്ടിയിൽ ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ കംപ്ലൈൻ്റ് ആവും. അത് റീപ്ലേസ് ചെയ്യേണ്ട സാധനം റീപ്ലേസ് ചെയ്യുക, പണിഞ്ഞിടേണ്ട സാധനങ്ങൾ പണിഞ്ഞിടുക. ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് എത്ര രൂപ ഇപ്പോൾ നഷ്ടമായി കാണും. അയാളെ സമയം നഷ്ടം. അയാൾ ചിലപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി. ഒരു പുതിയ ആക്സിഡൻറ്റ് മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിന് വേണ്ടി കാണിച്ചു വെച്ചേക്കുന്ന പണിയാണ് ഇതൊക്കെ. കഴിവതും നിങ്ങളെ സാധനങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനോട് പറഞ്ഞത് കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങൾ മാറുക. ഇല്ലാത്ത പക്ഷേ കസ്റ്റമറിൻ്റെ അടുത്ത് പറയുക, ഞങ്ങളിത് ഇട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തി ചെയ്യുക. അതാണ് വേണ്ടത്. കണ്ടോ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക.